ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ സ്റ്റീഫൻ എന്ന തമിഴ് സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. പക്ഷേ അതിനു മുമ്പ് ഒരു ക്ഷമാപണം കൂടി നടത്തിക്കോട്ടെ. എൻ്റെ ശബ്ദം ഇന്ന് ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത്. സോ ആ ശബ്ദം കൂടി നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ തന്നെ രാത്രി സമയം ഒരു ഭീമൻ ഊഞ്ഞാല് കറങ്ങുന്നത് കാണിക്കുന്നു. ഇപ്പോൾ സ്റ്റീഫൻ എന്ന പയ്യൻ്റെ അച്ഛനും അമ്മയും സ്റ്റീഫൻ വാ എന്ന് വിളിക്കുകയാണ്. എന്നാൽ അവൻ ഈ ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അച്ഛനെയും അമ്മയും കണ്ട് ഭയപ്പെടുന്നതെന്ന് വ്യക്തമായി അറിയില്ല. ഈ ഊഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെ ഒരു പോസ്റ്റിലുള്ളതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ഇതായിരിക്കും സ്റ്റീഫന്റെ വീട്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഓഡിഷനായി ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവനും ആ സീനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സീൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പോലീസിന്റെ അടുത്ത് പോകാൻ പോവാണ് എന്ന് കാമുകനോട് ഇവർ പറയണം. അപ്പോൾ കാമുകൻ ദേഷ്യപ്പെട്ട് ഇവരെ ആക്രമിക്കാൻ വരുന്നതാണ് സീൻ. ഒരു പെൺകുട്ടിയെ മാത്രമല്ല, ഇടയ്ക്കിടെ ധാരാളം പെൺകുട്ടികളെ വരുത്തി ഈ കാര്യം തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളോട് അവൻ ഇങ്ങനെ അഭിനയിക്കുക അങ്ങനെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാമുകൻ ദേഷ്യപ്പെട്ട് കത്തി വെച്ച് കുത്തുന്ന പോലെ ആയിരിക്കും സീൻ എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കത്തി എടുക്കാം, എങ്കിലേ നിങ്ങൾക്ക് ആ ഫീൽ വരൂ എന്നവൻ പറയുന്നുണ്ട്. എതിരെയുള്ള പെൺകുട്ടികളും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇവൻ സൈക്കോ ആണെന്ന് ആ പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ. ആ പെൺകുട്ടികളും സീനിന് വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് എന്നാണ് കരുതുന്നത്. ആ പെൺകുട്ടികൾ സീൻ അഭിനയിക്കുമ്പോൾ ഇവനും കത്തിയെടുത്ത് കൊണ്ടുവരാണ്. നിങ്ങൾ ഈ ഡയലോഗ് പറയുമ്പോൾ ഞാൻ കുത്താൻ വരുന്നത് പോലെ വരും എന്നൊക്കെ അവൻ പറയാണ്. വ്യാജകത്തി ഉപയോഗിച്ച പോലെ എന്ന് ചില പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട്. അല്ല, വ്യാജകത്തി കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആക്ടിങ് ശരിയാവില്ല. അഭിനയം നന്നായി വരണമെങ്കിൽ യഥാർത്ഥ കത്തി തന്നെ വേണം. വിഷമിക്കണ്ട, ഞാൻ കുത്തുകയൊന്നുമില്ല എന്നവൻ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ എല്ലാ പെൺകുട്ടികളും സംസാരിക്കുന്നു. ഇവനും കത്തി കൊണ്ട് കുത്തുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. വേഗത്തിൽ ഓടി വന്ന് കുത്താൻ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇവൻ കുത്തിയോ ഇല്ലയോ എന്ന് വ്യക്തമായി കാണിക്കാതെ തന്നെ ഈ സീൻ കട്ട് ചെയ്യുന്നു. കോയമ്പത്തൂരിൽ അടുത്തടുത്തായിട്ട് 8 പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. ആ പെൺകുട്ടികളെയൊക്കെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് പോലീസും ഭയങ്കരമായ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇവരും പ്രതിയെ കണ്ടുപിടിക്കുന്നു. അവൻ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഒരു രൂപം അവർ വരയ്ക്കുന്നുണ്ട്. അത് നേരെ സ്റ്റീഫനുമായി മാച്ചാകുന്നുണ്ട്. സ്റ്റീഫൻ തന്നെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും സ്റ്റീഫനെ പിടിക്കണം, അടുത്തൊരു കൊലപാതകം നടക്കാൻ വിടരുത് എന്നൊക്കെ പോലീസുകാർ ചിന്തിക്കുകയാണ്. സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം അവൻ പഴയ കാലത്തെ കാറാണ് ഉപയോഗിക്കുന്നത് എന്ന് വരെ പോലീസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ അവൻ വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. പോലീസുകാർ അവൻ്റെ വീട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവൻ്റെ വീടും കണ്ടുപിടിക്കുന്നു. ഇവൻ ഡിപ്പാർട്ട്മെന്റിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ഇവൻ്റെ വീട് ലക്ഷ്യമാക്കി വരികയാണ്. ഉള്ളിൽ വന്ന് പരിശോധിക്കുമ്പോൾ അവൻ വീട്ടിലില്ല എന്ന് മനസ്സിലാവുന്നു. മറ്റൊരു വശത്ത് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഞാൻ കൊലപാതകം ചെയ്തു എന്ന് പറയാണ്. നീ കഞ്ചാവ് ലഹരിയിലാണോ കൊലപാതകം ചെയ്തത് എന്നൊക്കെ അവിടെയുള്ളവർ കളിയാക്കി ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ 8 പെൺകുട്ടികളെ ഞാൻ കൊന്നു, എന്നെയല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇവനാണോ ആ കൊലപാതകങ്ങൾ ചെയ്തതെന്നവർ ഞെട്ടുകയാണ്. ആ ഫോട്ടോയുമായി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവൻ തന്നെയാണെന്ന് ഉറപ്പാവുന്നു. ചായ കുടിക്കുന്നോ എന്ന് നേരത്തെ ചോദിച്ചിരുന്നു. എനിക്ക് ചായ വേണ്ട, കാപ്പി വേണമെന്ന് അവൻ പറയാണ്. ഇവനെന്ത് ഇങ്ങനെ എന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നു. അതായത് കൊലപാതകം ചെയ്ത കാര്യം വളരെ കാഷ്വലായി വന്ന് പറയാണ്. അതേസമയം മൊത്തം മീഡിയയും ഈ സ്ഥലത്തേക്ക് വരുന്നു. അവൻ തന്നെ വന്ന് കീഴടങ്ങിയതാണല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനപ്പുറം ചർച്ചകളിലൊക്കെ പോലീസുകാരെ കീറി മുറിക്കുന്നുണ്ട്. പോലീസുകാർ പിടിച്ചതല്ല, അവൻ തന്നെ വന്ന് കീഴടങ്ങിയതാണ് എന്നൊക്കെ സംസാരിക്കുകയാണ്. ഈ കേസ് മൈക്കിൾ എന്നൊരു ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ് പോകുന്നത്. വേഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് സീനിയർ പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റീഫനോട് എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓഡിഷൻ എന്ന് പറഞ്ഞ് നെറ്റിൽ പരസ്യം നൽകി വരുത്തും, വരുന്ന പെൺകുട്ടികളെ കൊല്ലും എന്നൊക്കെ അവൻ പറയാണ്. ശരി, ബോഡി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഒരു കാട്ടുപ്രദേശത്ത് കൊണ്ടുപോയി ഇടും എന്നവൻ പറയാണ്. 2-3 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ബോഡി കാണില്ല, മൃഗങ്ങൾ കൊണ്ടുപോയി എന്ന് ഞാൻ കരുതി വിടും എന്നൊക്കെ അവൻ പറയാണ്. എന്നാൽ അവൻ പറയുന്നത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മൃഗങ്ങൾ കൊണ്ടുപോയാൽ പോലും ശരീരഭാഗങ്ങൾ കിട്ടുമല്ലോ. ഇവർ തിരഞ്ഞു നോക്കുമ്പോൾ ശരീരഭാഗങ്ങൾ പോലും ഇവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഇവനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ജഡ്ജിയും ഇവൻ മാനസികമായി കുറച്ച് പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇവൻ സംസാരിക്കുന്നതൊക്കെ കുറച്ച് വ്യത്യാസമായിട്ടാണ്. ഇവൻ മാനസികമായി എങ്ങനെയാണെന്ന് ആദ്യം പരിശോധിക്കുക എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കാണാൻ പറയാണ്. അവരുടെ പേര് പ്രിയ എന്നാണ്. ആ പ്രിയയും ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇരയായ ഒരു പെൺകുട്ടിയുടെ ബന്ധു പെട്രോൾ ഇവന്റെ മേൽ ഒഴിക്കുന്നുണ്ട്. ഇവൻ എങ്ങനെയെങ്കിലും കത്തിച്ചു വിടാമെന്ന് കരുതാണ്. എന്നാൽ അതിനുള്ളിൽ പോലീസുകാർ തടയാണ്. എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം വെക്കുന്നു. ഇവൻ ഭയന്നുകൊണ്ട് ഇവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ 2006 ഇവന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു. സ്റ്റീഫന് മേരി എന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവളോടൊപ്പം ചേർന്ന് ഇവൻ ഒരു ചെറിയ പട്ടിക്കുട്ടിയെ വെച്ച് കളിക്കുകയാണ്. അപ്പോൾ അമ്മ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമല്ല. നായയെ ഇവിടെ തന്നെ വെട്ടിക്കളയും എന്ന് പറയാണ്. അമ്മേ, ഞാൻ പട്ടിക്കുട്ടിയെ ഒളിപ്പിച്ച് വെച്ച് നോക്കിക്കോളാം അമ്മേ, പ്ലീസ് അമ്മേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. നായയെ അവൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇവന്റെ അച്ഛൻ വലിയൊരു സൈക്കോ ആണ്. അദ്ദേഹത്തിന് സ്പോർട്സിൽ വലിയ ആളാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു.
എന്നാൽ ഈ പയ്യന്റെ സ്കൂളിൽ PT ടീച്ചർ മാത്രമേ ആകാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ നിരാശയിൽ എപ്പോഴും മദ്യപിച്ചുകൊണ്ടേയിരിക്കും. മകനെയും ഭാര്യയും എപ്പോഴും അടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞ ഉടനെ ഈ പയ്യൻ നായയെ ഒളിപ്പിച്ചു വെക്കുന്നു. വന്ന ഉടനെ വേഗം മദ്യം എടുത്തോണ്ട് വാ എന്ന് ഭാര്യയോട് പറയാണ്. ഭാര്യ ഇയാളെ കണ്ട് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എപ്പോഴും ഭാര്യയിട്ട് അടിക്കുമായിരിക്കും. ഇപ്പൊ പെട്ടെന്ന് ആ നായ പയ്യന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അച്ഛന്റെ കണ്ണിലും പെടുന്നുണ്ട്. അയ്യോ, അച്ഛന്റെ കണ്ണിൽ പെട്ടല്ലോ എന്ന് ഇവർ രണ്ടുപേരും പേടിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നായയ്ക്ക് കൂടി ഞാൻ ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ നായ ചുമരിലിട്ട് അടിക്കുന്നു. ആ നായ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയാണ്. കുട്ടൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് ഈ ചെറിയ പയ്യൻ ഭയങ്കരമായി കരയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അതൊന്നും കാര്യമാക്കുന്നില്ല. വേഗം അതിനെ ഒഴിവാക്കുക എന്ന് പറയാണ്. ഭാര്യയും കുഴിമാന്തി അതിനെ കുഴിച്ചിടുന്നു. ഈ സ്റ്റീഫന്റെ അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാത്തിനെയും കുറിച്ച് സംസാരിച്ച് ഈ പ്രിയ എന്ന ഡോക്ടറും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് ഡോക്ടറായ ഒരാളെ നിയോഗിച്ചില്ലേ, അത് പ്രിയയാണ്. ഇത് കൂടാതെ നിനക്ക് ചില ടെസ്റ്റുകളൊക്കെ ഞാൻ തരും എന്നവർ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ എളുപ്പമുള്ള ചില ചോദ്യങ്ങളായിരിക്കും. ഈ ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായ മറുപടി മാത്രം എഴുതി തരണം. കള്ളം എഴുതരുത്. അറിയാമെങ്കിൽ ശരിയായ ഉത്തരം മാത്രം നീ എഴുത് എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് ഇവർ മറുപടിയൊക്കെ എഴുതുന്നു. കൂടുതലായി നിന്റെ ലൈഫിൽ എന്ത് നടന്നു എന്ന് പറയും എന്നവർ ചോദിക്കുന്നുണ്ട്. ഇവരും ബാക്കി നടന്ന കാര്യങ്ങൾ പറയുന്നു. 2012 മുതൽ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ രഹസ്യമായി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വെച്ച് ആ പെൺകുട്ടിയോട് മോശമായി നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ SA ആയിരുന്നു. അതുകൊണ്ട് ആ അച്ഛൻ്റെ കൈകാലുകളൊക്കെ തല്ലി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാലൊക്കെ ഒടിച്ചു വെച്ചിട്ടുണ്ട്, പോയി നോക്കിക്കോ എന്ന് ഭാര്യയോട് പോലീസുകാർ പറയുന്നുണ്ട്. ഇവരും ഭർത്താവിനെ കാണാനായി വരുന്നുണ്ട്. ഭർത്താവ് ഞാനൊന്നും ചെയ്തില്ല, അവർ കള്ളം പറയാണ് എന്ന് പറയാണ്. എന്നാൽ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ഭാര്യയ്ക്ക് നന്നായി അറിയാം. നീ എന്താ ഇങ്ങനെ ആയി പോയതെന്ന് പറഞ്ഞ് ഭർത്താവിനായിട്ട് ഭയങ്കരമായി അടിക്കുന്നു. ഇപ്പോൾ നടക്കാൻ കഴിയാതിരിക്കുകയാണല്ലോ. ഇതിനുശേഷം ഇയാളെ നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കണം എന്ന് അവർ ചിന്തിക്കുകയാണ്. അദ്ദേഹം അടിക്കുമായിരുന്നല്ലോ, ഇപ്പോൾ ഇവരെന്തിനും ഏതിനും അദ്ദേഹത്തെ അടിക്കുന്നു. ഇവർ നേരത്തെ ബേക്കിംഗ് ബിസിനസ് എല്ലാം നടത്തിയിരുന്നു, അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ബിസിനസ് വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ വീടിന്റെ കൺട്രോൾ മുഴുവനായും ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അച്ഛനാണ് അടിക്കുന്നതെന്ന് നോക്കിയാൽ പോകെ പോകെ അമ്മ അടിക്കാൻ തുടങ്ങുകയാണ്. അച്ഛൻ എങ്ങനെ സൈക്കോ ആയിരുന്നോ അതുപോലെ അമ്മ സൈക്കോ ആയി മാറുന്നു. മകൻ രണ്ടുപേരെ കണ്ടാലും ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ കുറച്ച് ഒതുങ്ങി, അമ്മയാണ് സൈക്കോയെ പോലെ പെരുമാറുന്നത്. സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം മിഥുൻ എന്നൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഗേൾഫ്രണ്ടിനെ പരിചയപ്പെടുത്താനായി സ്റ്റീഫന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീഫന്റെ അമ്മ അച്ഛനെ രൂക്ഷമായി ഒന്ന് നോക്കുന്നുണ്ട്. ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം നിശബ്ദമായി പോയി സോഫയിലിരിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ നിൽക്കുന്നതായി കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാ മിഥുൻ, ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞ് സാധാരണ പോലെ മിഥുനെ ഉള്ളിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന മൈക്കിളിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വന്നതാണ്. അതേ ഫംഗ്ഷന് പ്രിയയും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും പ്രണയിക്കുകയാണ്. പ്രിയയോട് അവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവൻ ചില കള്ളങ്ങൾ പറയുന്നതായി എനിക്ക് തോന്നുന്നുണ്ട് എന്നവർ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മൈക്കിൾ ചോദിക്കുന്നുണ്ട്. ബേസിക്കായ ചില ചോദ്യങ്ങൾ ഫിൽ ചെയ്യാൻ പറഞ്ഞു. കണ്ടില്ലേ, അതിൽ ഒരേ ചോദ്യം തന്നെ 2-3 സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2-3 സ്ഥലങ്ങളിലും ഒരേ മറുപടി തന്നെയല്ലേ പറയേണ്ടത്? എന്നാൽ ഇവൻ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റി മാറ്റി പറയുന്നുണ്ടെങ്കിൽ ഇവൻ ധാരാളം കള്ളം പറയാൻ സാധ്യതയുള്ളവൻ ആണെന്ന് മനസ്സിലാക്കുന്നു. ഇവൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ പലതും കള്ളമാകാം. അതുകൊണ്ട് നീ നന്നായി ചെക്ക് ചെയ്ത് നോക്ക് എന്നവർ പറയുന്നുണ്ട്. ശരി, ഞാൻ എന്താണെന്ന് നോക്കാമെന്ന് മൈക്കിളും സമ്മതിക്കുന്നുണ്ട്. അവൻ ജീവിച്ചത് എവിടെ, അവൻ എവിടെയൊക്കെ മാറി താമസിച്ചു എന്നതൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹവും ഓരോ സ്ഥലമായി അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും പ്രിയയോട് പറയുന്നുണ്ട്. പ്രിയ അത് വെച്ച് അവനോട് പല ചോദ്യങ്ങളും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. മൈക്കിൾ അന്വേഷണം നടത്തുന്നതിനിടയിൽ ആ മിഥുൻ എന്ന ഫ്രണ്ടിനെ പിടിക്കുന്നുണ്ട്. അതായത് മിഥുൻ എന്ന ഫ്രണ്ട് വീട്ടിലേക്ക് വന്നതായി കാണിച്ചില്ലേ, ആ ഫ്രണ്ടിനെ പിടിക്കുന്നു. ആ ഫ്രണ്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അച്ഛനും അമ്മയും അവനെ ഭയങ്കരമായി ടോർച്ചർ ചെയ്യുമായിരുന്നു. അതിലും അമ്മയാണ് അവനെ കൂടുതൽ ടോർച്ചർ ചെയ്തിരിക്കുന്നത്. എനിക്കൊരു കാര്യം അറിയാമെന്ന് പറഞ്ഞ് അവൻ പറയാൻ തുടങ്ങുകയാണ്. ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നടന്ന കാര്യമാണ്. മിഥുനോട് എൻ്റെ അമ്മ എന്നെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്റ്റീഫൻ പരാതി പറയുന്നുണ്ട്. നിന്റെ അമ്മ അടിക്കുമോ? നിന്റെ അമ്മ വളരെ സ്വീറ്റ് ആയ ടൈപ്പല്ലേ എന്ന് മിഥുൻ പറയുന്നുണ്ട്. ഈ സമയം അമ്മ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ മിഥുൻ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. എന്താടാ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ഇവനെ വഴക്ക് പറയുന്നു. മിഥുൻ വന്ന ഉടനെ മാത്രം വഴക്ക് പറയുന്നത് നിർത്തുകയാണ്. മിഥുൻ, നീ വീട്ടിൽ പോയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മിഥുനും ശരിയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അവൻ പോയ ശേഷം മകനെ പൊതിരെ തല്ലുന്നു. ഇവനും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മിഥുൻ തിരിച്ച് വീടിനുള്ളിലേക്ക് വരുന്നത്. എന്തോ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, എടുക്കാൻ വന്നതാണ്. അപ്പോൾ സ്റ്റീഫൻ അടി വാങ്ങുന്നത് കാണുന്നുണ്ട്. സ്റ്റീഫൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പോവുകയാണ്. അമ്മ ഭയങ്കരമായി അടിക്കുമായിരുന്നു സർ, ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് വന്ന് കരയുമായിരുന്നു എന്നിവരും പറയുന്നുണ്ട്. സ്റ്റീഫന്റെ അച്ഛൻ സ്കൂൾ കുട്ടിയെ വീഡിയോ എടുത്ത് പെട്ടുപോയില്ലേ, അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് കരുതി മൈക്കിൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഓഫീസറെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നു. സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓഫീസറുടെ മകളുടെ വീഡിയോ ആണ് അദ്ദേഹം എടുത്തിട്ടത്. ഈ ഓഫീസറാണ് ദേശത്തിൽ അരയ്ക്ക് താഴെ ഓടിച്ചു വിട്ടത്. സ്റ്റീഫന്റെ അച്ഛൻ അമ്മയെ കൊന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ സത്യം അതല്ല.
സ്റ്റീഫൻ അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസിന് കോൾ ചെയ്ത് ഞാനാണ് കൊല ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പോകുന്നതിന് മുമ്പ് എന്താണ് നടന്നതെന്ന് വെച്ചാൽ ആ സ്റ്റീഫന്റെ അച്ഛൻ സ്വന്തം മകനോട് തന്നെ അതിരുവിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കാമപിശാചാണ് സാർ. അങ്ങനെ അവൻ ചെയ്തിരിക്കാൻ പോലും സാധ്യതയുണ്ട്. സ്റ്റീഫൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി അച്ഛനെ കൊലപ്പെടുത്തി. ഞാൻ പോയപ്പോൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഈ വിഷയം പറഞ്ഞു. എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ആ അച്ഛൻ ആത്മഹത്യ ചെയ്ത പോലെ ഞാൻ ഈ കേസ് അവസാനിപ്പിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയാണ്. ശരി, എങ്ങനെയാണ് സാർ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് സാർ ഇപ്പോൾ അവൻ അടുത്തടുത്ത് കൊലപാതകങ്ങൾ ചെയ്തത് എന്ന് ഈ സ്ഥലത്ത് മൈക്കിളും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഈ എസ്ഐയുടെ മകൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. മകളുടെ കല്യാണക്കത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. സാർ, നിങ്ങൾ മരണം എന്ന് മൈക്കിളിനോട് പറഞ്ഞു പോകുന്നു. അവൻ ധാരാളം കള്ളം പറയാൻ സാധ്യതയുണ്ടെന്ന് പ്രിയ പറഞ്ഞില്ലേ? ഇതിലൂടെ അത് ഉറപ്പാവുന്നു. കാരണം അച്ഛനെ കൊന്നത് ഇവനാണ്. ആ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആത്മഹത്യ എന്ന കേസ് അവസാനിപ്പിച്ചത്. എന്നാൽ ഇവരുടെ അടുത്ത് അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അവൻ പറയുന്ന എല്ലാം സത്യമാണെന്നില്ല. കാരണം ഈ വിഷയം നമ്മുടെ അടുത്ത് മറച്ചു വെച്ചവൻ ഇനി എത്ര കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് അവനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് പറയുന്നതെന്ന് അറിയാലോ എന്നൊക്കെ പ്രിയ പറയുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു കോഴി ഫാം കാണിക്കുന്നു. ഇവിടെ ഒരു നിഗൂഢനായ വ്യക്തി ഏതോ ഒരു ബോഡിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്ത് ബോഡിയാണ് കൊണ്ടുവരുന്നതെന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്റ്റീഫന്റെ അച്ഛനും അമ്മയും മരിച്ചില്ലേ, ആ ദിവസം എന്ത് നടന്നു എന്നിവർ ചോദിക്കുന്നുണ്ട്. ഇവനും നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ അച്ഛൻ ഇപ്പോൾ വളരെ ഒതുങ്ങിപ്പോയി. ഭാര്യയെ വല്ലാതെ ഭയപ്പെടുന്നു. എടകണ്ണ, എനിക്ക് വേണ്ടി ഒന്ന് അയൺ ചെയ്യാൻ സഹായിക്കാമോ? നിന്റെ അമ്മയുടെ സാരി അയൺ ചെയ്യണം എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ശരിയപ്പാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇവനും അയണിങ് ജോലിയൊക്കെ ചെയ്യാണ്. അപ്പോഴാണ് ഇവർക്കൊരു ലെറ്റർ വരുന്നത്. ഇവരൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജോലി കിട്ടി എന്നാണ് ലെറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറയാണ്. ഇപ്പോൾ ആ തുണി നോക്കാമെന്ന് വെച്ചാൽ ആ തുണി കരിഞ്ഞുപോയി. അയ്യോ, അമ്മ അറിഞ്ഞാൽ രണ്ടുപേരെയും ഇട്ടിടിക്കുമല്ലോ, എന്ത് ചെയ്യും എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഒന്നും പ്രശ്നമില്ല, ഇതേപോലുള്ള വേറൊരു സാരി വാങ്ങിക്കൊണ്ട് വന്ന് വെക്കാം എന്ന് മകൻ പറയാണ്. അച്ഛൻ പുറത്തിറങ്ങിയിട്ട് തന്നെ ഒരുപാട് വർഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മകനാണ് വാപ്പ എന്ന് പറഞ്ഞ് കാറിൽ കൊണ്ടുപോകുന്നത്. അച്ഛന് പുറത്തിറങ്ങിയപ്പോൾ വളരെ സന്തോഷമായി. ഭാര്യ അടിച്ചടിച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ. വളരെ കഷ്ടത്തിനാണ് അച്ഛൻ ഇരിക്കുന്നത്. ഇപ്പോൾ സാരി ഇവർ കണ്ടുപിടിച്ച് വാങ്ങുന്നുണ്ട്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഒരു സിഗരറ്റ് വാങ്ങി തരാമോ എന്ന്. മകൻ ഒരു സിഗരറ്റ് വാങ്ങി നൽകുകയാണ്. അച്ഛൻ അപ്പോഴാണ് സമാധാനമായത്. ഇപ്പോൾ അമ്മ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോകുന്നുണ്ട്. ആ സാരി പഴയതുപോലെ വെക്കുകയാണ്. ഇപ്പോൾ രാത്രി വന്ന അമ്മ അച്ഛനായിട്ട് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. എന്താ അച്ഛൻ അടി വാങ്ങുന്നതെന്ന് സ്റ്റീഫന് നോക്കാനായി വരികയാണ്. എടാ, നീ പുറത്തു പോയാൽ എനിക്ക് അറിയില്ല അല്ലേ, ചെരുപ്പിലെ ചെളി ഇരിക്കുന്നത് വെച്ച് തന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അമ്മ ഭർത്താവിനായിട്ട് അടിക്കുകയാണ്. സ്റ്റീഫൻ നോക്കി നിന്നത് ശ്രദ്ധിച്ച് സ്റ്റീഫൻ നീയാണോ കൂട്ടുന്നത് എന്ന് ചോദിച്ച് സ്റ്റീഫനെയും ഇട്ട് അടിക്കുന്നു. രണ്ടുപേർക്കും അത്ര ധൈര്യമായിപ്പോയോ, ഇരിക്കട അവിടെ എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു. ഇവർ രണ്ടുപേരും ഭയന്ന പോലെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അമ്മ അടിച്ചടിച്ച് ഇവരെ രണ്ടുപേരും കൺട്രോളിൽ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ സ്റ്റീഫൻ എന്തോ മറയ്ക്കുന്നത് അമ്മ കാണുന്നുണ്ട്. എന്താണ് മറയ്ക്കുന്നത്, കാണിക്കട എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി വായിക്കുന്നു. മകന് ദൂര സ്ഥലത്ത് ജോലി കിട്ടിയിരിക്കുന്നു. നല്ല ശമ്പളത്തിൽ ജോലി കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഓഹോ, സമ്പാദിക്കാൻ തുടങ്ങിയാൽ അമ്മയെ നീ വില വെക്കില്ല, നീ ദൂര സ്ഥലത്തേക്ക് പോവില്ല, അതൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അമ്മേ പ്ലീസ് അമ്മേ, എന്നെ കൊണ്ട് വയ്യ അമ്മേ, എന്നെ വിടാം അമ്മേ എന്നൊക്കെ ഇവൻ കെഞ്ചി ചോദിക്കുന്നുണ്ട്. എന്നാൽ അമ്മ അങ്ങനെയൊന്നും നിന്നെ വിടാൻ കഴിയില്ലടാ എന്ന് പറഞ്ഞ് ആ പേപ്പർ കീറിക്കളയുന്നു. ഇവൻ ഇതിനെ ഓർത്ത് സങ്കടപ്പെടുന്നു. ഇപ്പൊ തന്നെ വിടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. എന്താ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്, അതൊന്നും വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അമ്മയും മറുപടി പറയുന്നു. വിടുമോ ഇല്ലയോ എന്ന് ചോദിച്ച് കഴുത്തിഞ്ഞിരിക്കുന്നു. അതിനും അമ്മ വിടില്ല എന്ന് മറുപടി പറയുന്നു. വിടില്ലല്ലോ, നിന്നെ എന്ത് ചെയ്യുന്നു നോക്കിക്കോ എന്ന് പറഞ്ഞ് കിച്ചണിൽ നിന്ന് വേഗത്തിൽ ഒരു കത്തി എടുത്ത് കൊണ്ടുവരുന്നു. ആ കത്തി വെച്ച് വീണ്ടും വീണ്ടും കുത്തി അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇത് കാണുന്ന അച്ഛൻ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എടാ, എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? സാരമില്ലടാ, ഇവളെ ഞാനേ കൊല്ലണമെന്ന് കരുതിയതാണ്, നീ കൊന്നല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ ഭയങ്കരമായി സന്തോഷിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ പോലീസിനെ കോൾ ചെയ്യുന്നു. എൻ്റെ ഭാര്യയെ ഞാൻ ആസ്വദിച്ച് കൊലപ്പെടുത്തി, വന്ന് എന്നെ അറസ്റ്റ് ചെയ്യേ എന്നൊക്കെ സംസാരിക്കുകയാണ്. മകനെ, ഞാൻ ജയിലിൽ പോയി സമാധാനമായി ഇരുന്നോളാം. നിനക്ക് ദൂരസ്ഥലത്ത് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ജോലിക്ക് പോയി സമാധാനമായി നിന്റെ ജീവിതം ജീവിക്കേ എന്നൊക്കെ പറയാണ്. എന്നാൽ സ്റ്റീഫന് അച്ഛൻ്റെ മേലും ദേഷ്യമുണ്ട്. കാരണം അച്ഛൻ സൈക്കോയായി പെരുമാറിയത് കൊണ്ടാണ് അമ്മ അങ്ങനെ സൈക്കോയായി മാറിയത്. എല്ലാത്തിനും ഇയാൾ തന്നെയല്ലേ കാരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അച്ഛനെ ആക്രമിക്കുന്നു. അച്ഛനെയും ക്രൂരമായി അവൻ കൊലപ്പെടുത്തുന്നു. ആ പോലീസ് പറഞ്ഞത് പ്രകാരം നോക്കിയാൽ പോലും അച്ഛനെ മാത്രമാണ് കൊലപ്പെടുത്തിയതെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛൻ, അമ്മ എന്ന് രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് ഇവൻ തന്നെയാണെന്ന് അറിഞ്ഞ ഉടനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ഈ സ്ഥലത്ത് ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ആ നിഗൂഢനായ വ്യക്തിയെ നമ്മളെ കാണിച്ചു തരുന്നു. കോഴി ഫാമിലേക്ക് ബോഡിയൊക്കെ കൊണ്ടുപോവാണ്. ഇയാൾക്ക് എങ്ങനെ ഈ ബോഡി കിട്ടുന്നു എന്നൊന്നും വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇയാളുടെ മുഖം പോലും വ്യക്തമായി കാണിക്കുന്നില്ല. ആ സ്റ്റീഫനെ കുറിച്ച് മൈക്കിൾ ഒരു വശത്ത് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. ആ സ്റ്റീഫൻ ചെന്നൈയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. ആ അപ്പാർട്ട്മെന്റിലുള്ള വാച്ച്മാനോട് അന്വേഷിക്കുമ്പോൾ ആ വാച്ച്മാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് അവൻ താമസിച്ചിരുന്നത്. ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറയാണ്. ഇതിലൂടെ സ്റ്റീഫന്റെ കൂടെ ഒരു പെൺകുട്ടിയും താമസിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഒരുപക്ഷെ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇവൻ കീഴടങ്ങിയത് എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്.
എന്തായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തണം എന്ന് കരുതുന്നു. സ്റ്റീഫന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുമ്പോൾ പെൺകുട്ടികൾ ഇടുന്ന പോലുള്ള ഒരു ബാൻഡ് ഇവർക്ക് കിട്ടുന്നു. അതൊരു പള്ളിയിലിടുന്ന ബാൻഡാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ആ പള്ളിയിൽ അന്വേഷണത്തിനായി വരികയാണ്. ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിങ്ങിൽ വന്ന് എല്ലാവർക്കും നൽകിയതാണ് ഇത് എന്ന് ഫാദർ പറയുന്നുണ്ട്. സോ മീറ്റിങ്ങിന് ആ പെൺകുട്ടിയും വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് ഇവർ ചിന്തിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അവനോട് ലൈറ്റായി ഒന്ന് സംസാരിച്ച് നോക്ക്, അവന് റിയാക്ഷൻ നോട്ട് ചെയ്യേ എന്ന് മൈക്കിൾ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രിയ സ്റ്റീഫനോട് സംസാരിക്കുന്നു. ലൈറ്റായി ആ പെൺകുട്ടിയെ പറ്റി സംസാരിക്കുന്നു. നീ അവസാനം ആ പള്ളിയിലേക്ക് പോയിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവനും കുറച്ച് പരിങ്ങിയിരിക്കുകയാണ്. ഇന്ന് സംസാരിച്ചത് മതി, ഇനി മറ്റൊരു ദിവസം സംസാരിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. ഇതിനെക്കുറിച്ച് ഉടനെ ഇവരും മൈക്കിളിനെ കോൾ ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പോൾ മൈക്കിൾ വീണ്ടും ആ ഫാദറിനെ കാണാനായി വരുന്നു. വീണ്ടും ആ പെൺകുട്ടികളെ നിങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യേ. ചിലർ വന്നില്ലെങ്കിലും സാരമില്ല, മാക്സിമം പെൺകുട്ടികളെ വരുത്താനുള്ള ഏർപ്പാട് ചെയ്യേ പ്ലീസ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ശരി, ചെയ്യാമെന്ന് ഈ ഫാദറും സമ്മതിക്കുന്നു. അന്ന് 90 പേർ വന്നെങ്കിൽ ഇന്ന് 70 പേർ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു 20 പേർ മിസ്സാകുന്നുണ്ട്. ഈ 70 പേരുടെ ലിസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു 20 പേർ വിട്ടുപോയല്ലോ, അവരെ നേരിട്ട് വീട്ടിൽ തന്നെ പോയി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അന്വേഷിക്കുകയാണ്. കാരണം 20 എന്നത് കുറഞ്ഞ സംഖ്യയാണല്ലോ. അന്വേഷണം നടത്താമെന്ന് പറഞ്ഞ് വരാത്ത എല്ലാവരെയും അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആരും ആ പെൺകുട്ടി അല്ല എന്ന് മനസ്സിലാവുന്നു. അതേപോലെ ലിസ്റ്റിലും ആ പെൺകുട്ടി ഇല്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ആ പെൺകുട്ടി ആരാണ്, എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ ബാൻഡ് ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് വെച്ചിട്ടാണ് ഇവർ ഫിൽട്ടറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഇദ്ദേഹം പ്രിയയോട് സങ്കടപ്പെടുന്നു. അപ്പോഴാണ് പ്രിയ പറയുന്നത് ഒരു പെൺകുട്ടി വിട്ടുപോയിട്ടുണ്ട് എന്ന്. അതായത് രണ്ടാമത്തെ പ്രാവശ്യം ആ പെൺകുട്ടി വന്നില്ല, എന്നാൽ വന്നതായി ടിക്ക് ചെയ്തിട്ടുണ്ട്. നീ എന്താണെന്നൊന്ന് നോക്ക് എന്ന് പറയുന്നു. ആ സിസ്റ്റർമാരാണ് ടിക്ക് ചെയ്തത്. അപ്പോൾ സിസ്റ്റർമാർ പറ്റിച്ചു എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. ഞാൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോവാണ്. ആ സമയം സ്റ്റീഫൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. എന്ത്, ആത്മഹത്യക്ക് ശ്രമിച്ചോ എന്നിവർ ഷോക്കാവുന്നുണ്ട്. നീ ഈ കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് മൈക്കിൾ വേഗത്തിൽ ഈ സ്ഥലം വിട്ട് പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ നേരെ ആ പള്ളിയിലേക്ക് വന്ന് അവിടെയുള്ള സിസ്റ്റർമാരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. സിസ്റ്റർ 70 പേരാണ് വന്നത്, നിങ്ങൾ 71 പേരെ ടിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ്. സാർ 70 പേരാണ് വന്നത്, എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അവരും അന്ന് മീറ്റിങ്ങിന് വന്നവരാണ്, അതുകൊണ്ടാണ് അവരുടെ പേരും ടിക്ക് ചെയ്തത് എന്നവർ പറയാണ്. ഇവർക്ക് അടുത്ത് ആരെയോ കണ്ടല്ലോ, ആരെയാണ് കണ്ടത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവരുടെ മുഖം മൈൻഡിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ആ സിസ്റ്റർ എവിടെ ഉണ്ടാവും, ഇവിടെ നിന്ന് പോയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലല്ലോ, ഇവിടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നവർ പറയുന്നു. ഉടനെ അവരെ കാണണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വേഗത്തിൽ ഓടി വരാണ്. ഇദ്ദേഹത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തോക്കൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ അവിടെയുള്ള ആ സിസ്റ്ററെയും പിടിക്കുന്നു. ഓഡിഷന് വേണ്ടി ധാരാളം പേര് വന്നല്ലോ, അതിൽ നാൻസി എന്നൊരു പെൺകുട്ടി വന്നിരുന്നു. അവരാണ് ഇവിടെ സിസ്റ്റർ ആയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. നിന്റെ ബാൻഡ് എങ്ങനെ അവന്റെ അടുത്ത് പോയി? ശരി, ഇതുകൂടാതെ ചെന്നൈയിൽ അവന്റെ കൂടെ നീ ചേർന്ന് താമസിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും താമസിച്ചില്ല എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മറുപടി പറയാണ്. ശരി, അവനും നിനക്കും എങ്ങനെയാണ് പരിചയം അത് പറയ് എന്ന് ചോദിക്കുകയാണ്. പറയാമെന്ന് പറഞ്ഞ് നാൻസിയും എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നു. ഓഡിഷന് വേണ്ടി വരുത്തി 8 പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരെ കാണുമ്പോൾ അവന്റെ മൈൻഡ് തന്നെ മാറിപ്പോവാണ്. അവൻ അവരെ ഇരുത്തി ഇവരോട് സാവധാനം സംസാരിക്കുന്നു. എൻ്റെ കാമുകിയെ പോലെ തന്നെയാണ് നീ ഇരിക്കുന്നത്, നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഈ സ്ഥലത്തേക്ക് വരുത്തിയത്, എന്നാൽ എനിക്ക് കൊല്ലാൻ കഴിയുന്നില്ല. അതേപോലെ ഇതുവരെ ചെയ്ത കൊലപാതകങ്ങളും തെറ്റാണെന്ന് തോന്നുന്നു. ഞാൻ നാളെ തന്നെ കീഴടങ്ങാൻ പോവാണ് എന്ന് പറയാണ്. ഇതൊക്കെ പ്രാങ്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രാങ്ക് അല്ല, സത്യമാണ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന നാൻസിയും ഭയപ്പെടുന്നുണ്ട്. വിഷമിക്കേണ്ട, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ വന്ന് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വീടിൻ്റെ അടുത്ത് വന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. നാളെ ഈ പള്ളിയിലേക്ക് മാത്രം വാ, അവസാനമായി ഒരു തവണ കാണാം എന്ന് പറയാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇവരും ആ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ആ ബാൻഡ് മാത്രം എടുത്ത് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിൽ ജീവൻ പോകാതെ ഇവർ രക്ഷപ്പെട്ടല്ലോ. ഇത് ദൈവം തന്ന ജീവനായതുകൊണ്ടാണ് ഇവർ സിസ്റ്ററായി മാറി സേവനം ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അസിസ്റ്റന്റ് ഒരു വിവരം പറയാനായി വരുന്നുണ്ട്. സ്റ്റീഫൻ എന്തോ കലക്കി കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായി ഇവർ കരുതിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സ്റ്റീഫൻ കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ തന്നെ ടീമിലുള്ള ആരോ ഒരാളാണ് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇരയായ പെൺകുട്ടികൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ആരോ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് ഇവർക്കറിയില്ല. ആകെപ്പാടെ സ്റ്റീഫൻ ആത്മഹത്യക്ക് ശ്രമിച്ചില്ല എന്നിവർക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഇവരും സ്റ്റീഫനെ കാണാനായി വരുന്നുണ്ട്. കൂടെ ഈ നാൻസിയെയും കൂട്ടിക്കൊണ്ടുവരുന്നു. നാൻസിയെ കാണുന്ന ഇവരും ഷോക്കായി പോകുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ നിന്റെ കാമുകി ഓർമ്മ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ കൊല ചെയ്യാതെ വിട്ടത്. നിന്റെ കാമുകി ആരാണ്, നിന്റെ കാമുകി എങ്ങനെയാണ് മരിച്ചുപോയത് പറയുന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സ്ഥലത്ത് സ്റ്റീഫൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. സ്റ്റീഫന് ചെറിയ വയസ്സിൽ മേരി എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നതായി കാണിച്ചില്ലേ, അതായത് നായയുടെ കൂടെ 2 പേരും ചേർന്ന് കളിച്ചില്ലേ. ആ നാൻസി ഇവനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജോലി നോക്കാനായി വന്നില്ലേ, അപ്പോൾ ഭയങ്കരമായി ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 പേരും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കല്യാണവും കഴിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇവരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഒരിടത്ത് ഇവർ തൂക്കിയിടുന്നു. പെട്ടെന്ന് നോക്കിയാൽ ആ ഫോട്ടോയിലിരിക്കുന്ന അച്ഛനും അമ്മയും സംസാരിക്കുന്ന പോലെയൊക്കെ ഇവന് ശബ്ദം കേൾക്കുന്നു. ഈ സ്ഥലത്തും മാറ്റി മാറ്റി 2 പേരും വഴക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവന് കുറച്ച് മെന്റൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. ഇവരും അതിനെക്കുറിച്ച് ഭാര്യയോട് പറഞ്ഞാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്.
അത് മനസ്സിനുള്ളിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാനാണ് രണ്ടുപേരെയും കൊന്നത് എന്ന് പറയാണ്. ദയവ് ചെയ്ത് ഇത് ആരോടും പറയരുത്. ഞാനെങ്ങനെ പറയും? അതൊന്നും ഞാൻ പറയില്ല, നീ കിടക്കെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവരും കിടത്തുന്നു. എന്തായാലും ഭാര്യ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു ഭയം ഇവനുണ്ട്. ഭാര്യയോട് കുറച്ച് നാൾ ജോലിക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലീവ് കഴിഞ്ഞ് ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു. ഇവർ ജോലിക്കാണോ പോകുന്നത് അതോ പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകുന്നത് എന്ന് ഭയം ഇവന് വരുന്നു. ഭാര്യ ജോലിക്ക് പോകുമ്പോഴെല്ലാം ഭാര്യ അറിയാതെ ഇവൻ ഫോളോ ചെയ്യുന്നു. ഇവൻ ഇടയ്ക്കിടെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഭാര്യയും ചില സമയം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇവൻ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ആ കാര്യം പുറത്തു പറയുന്ന കരുതി സ്റ്റീഫൻ ഭയപ്പെടുന്നുണ്ടാവും. ഒരു ദിവസം അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോക്ക് ചെയ്ത് പിടിക്കുന്നു. എന്താ സ്റ്റീഫൻ, ഭയപ്പെടുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും പുറത്ത് പറയില്ല എന്ന് പറഞ്ഞ് ഇവർ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റീഫനും ഒരളവ് വരെ നോർമൽ അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ രാത്രി സമയം സ്റ്റീഫന്റെ മനസാക്ഷി സംസാരിക്കുന്നുണ്ട്. അവൾ പറയില്ല എന്ന് പറഞ്ഞാൽ നീ ഉടനെ വിശ്വസിക്കോ? പുറത്തു പോയാൽ എന്ത് ചെയ്യോടാ എന്നൊക്കെ മനസാക്ഷി ചോദിക്കുകയാണ്. ഇവർ രാത്രി സമയത്തൊക്കെ തനിയെ സംസാരിക്കുന്നത് ഭാര്യ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ശരിയായില്ല, നീ ആദ്യം ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇവർ ഡോക്ടറെ കാണാൻ തന്നെ ഭയപ്പെടാണ്. മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞതിനെ ലോക്ക് ചെയ്താൽ കഷ്ടമാവും, എനിക്ക് ഡോക്ടറെ ഒന്നും കാണാൻ കഴിയില്ല, നീ എൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വാ, അങ്ങനെയില്ലെങ്കിൽ സാരമില്ല, നീ നിന്റെ ലൈഫ് നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇവരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോൾ ഇവരും എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. അവരെ വിട്ടിട്ട് ഇവർക്ക് ഇരിക്കാൻ പോലും കഴിയില്ല. ഞാനും തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ഇവർ തിരിച്ചു വരുന്നത് അറിഞ്ഞ ഉടനെ ഇവരും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. വീണ്ടും കുറച്ച് നാളത്തേക്ക് ഇവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നു. ഈ മേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവർക്ക് സുഖമില്ലാതിരിക്കുകയാണ്. ഞാൻ മുത്തശ്ശിയെ കാണാൻ നാട്ടിൽ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സ്റ്റീഫൻ വിടുന്നില്ല. എൻ്റെ അടുത്തുനിന്ന് പോയിട്ട് നീ പോലീസിൻ്റെ അടുത്തേക്കല്ലേ പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഞാൻ പോവില്ല എന്ന് പറയാണ്. ഇല്ലില്ല, നീ സത്യം പറ, പോലീസിൻ്റെ അടുത്ത് പോകാൻ പോവാണെന്ന് നീ സത്യം പറയും, ഞാൻ നിന്നെ വിടാം എന്ന് പറയാണ്. ഞാൻ പോലീസിൻ്റെ അടുത്തൊന്നും പോവില്ല എന്ന് പറയാണ്. ഇല്ലില്ല, നീ സത്യം പറ, പോലീസിൻ്റെ അടുത്ത് തന്നെയല്ലേ പോകുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ വിടണമെങ്കിൽ നമ്മൾ ഈ വാക്ക് പറയണം എന്നുപോലെ ഇവർ വിചാരിക്കുകയാണ്. അതെ സ്റ്റീഫൻ, എനിക്ക് വയ്യ, ഞാൻ പോലീസിൽ പോയി നീ ചെയ്തതിനെ പറ്റി പറയാൻ തന്നെ പോവാണ് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാലെങ്കിലും ഇവൻ വിടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇതവൻ തെറ്റായി മനസ്സിലാക്കുന്നു. ഓഹോ, അപ്പോൾ പോലീസിൻ്റെ അടുത്തേക്കാണ് പോകാൻ പോകുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പോലീസ് ജീപ്പ് വരുന്ന ശബ്ദം കേൾക്കുന്നത്. എന്താ പോലീസ് ജീപ്പ് വരുന്ന ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞ് ഇവനും ബാൽക്കണി വഴി എത്തി നോക്കുന്നു. പോലീസ് ജീപ്പ് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. നേരത്തെ പോലീസിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇവരൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഇവരും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നാൽ അവൻ ഇവള് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കരുതി ഭയങ്കരമായി ടെൻഷൻ ആവുന്നു. എനിക്ക് തന്നെ എന്നെ ദ്രോഹം ചെയ്തു അല്ലേ, വിടില്ല എന്ന് പറഞ്ഞ് കയ്യിലുള്ള കത്തി വെച്ച് വേഗത്തിൽ കുത്താൻ വരുന്നു. ഇവർ ഷോക്കായി നിൽക്കുമ്പോൾ തന്നെ അവൻ വയറ്റിൽ കുത്തുന്നു. വീണ്ടും വീണ്ടും കുത്തി ഇവരുടെ കഥ കഴിക്കുന്നു. ഇവരെ ഭയങ്കരമായി സ്നേഹിച്ചവൻ ദേഷ്യത്തിൽ ഇതുപോലെ കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ പോലീസ് ജീപ്പ് ഈ അപ്പാർട്ട്മെന്റ് കടന്നു പോകുന്നു. എന്താ പോലീസ് ജീപ്പ് കടന്നു പോയല്ലോ, അപ്പോൾ ഇവള് പോലീസിനോട് പറഞ്ഞില്ലേ, ഞാനാണ് തെറ്റായി തെറ്റിദ്ധരിച്ചതല്ലേ എന്നൊക്കെ സ്റ്റീഫൻ ഭയങ്കരമായി ഈ സ്ഥലത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലീസ് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അവരെ ഉണർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ മരിച്ചുപോയി. ബോഡിയൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഇവരുടെ കാമുകിയെ ഓർമ്മ വരും. അതുകൊണ്ട് പെൺകുട്ടികളെ കൊന്നാലേ നമുക്ക് ശരിയാവുമെന്ന് പറഞ്ഞ് ഇവനും ഓരോ പെൺകുട്ടികളെയായി വരുത്തി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മാതിരി വന്നതിൽ ഒരു പെൺകുട്ടിയാണ് ഈ നാൻസി. നാൻസിയെ കാണുമ്പോൾ ഇവരുടെ ഭാര്യയായ മേരിയെ പോലെ തന്നെ തോന്നും. അതുകൊണ്ട് നാൻസിയെ വിടാമെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവരുടെ മനസ്സും മാറിയിട്ടുണ്ടായിരുന്നു. കീഴടങ്ങാമെന്ന് കരുതി കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നടന്നത് എന്നൊക്കെ പറയാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിൽ നോക്കിയിരുന്നെങ്കിൽ നാൻസിയുടെ കൂടെ ഞാൻ സമാധാനമായ ഒരു ജീവിതം ജീവിച്ചേനെ. എല്ലാം നാശമായി പോയി എന്നൊക്കെ ഇവൻ ഫീൽ ചെയ്ത് സംസാരിക്കുകയാണ്. സോ ഇവനിങ്ങനെ സൈക്കോയായി മാറിയെന്ന് ഇവർ രണ്ടുപേർക്കും മനസ്സിലാവുന്നു. അവൻ്റെ വശത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ട്. ഇതാലോചിക്കുമ്പോൾ എനിക്ക് കഷ്ടമായി തോന്നുന്നുവെന്ന് മൈക്കിളും പ്രിയയോട് സംസാരിക്കുന്നു. അവൻ മെന്റൽ പ്രശ്നം കാരണമാണോ ഇങ്ങനെ ചെയ്തത് അതോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണോ എന്ന് അന്വേഷിക്കുന്നതാണ് പ്രിയയുടെ ജോലി. പ്രിയയും അന്വേഷിച്ച വിവരങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും ജഡ്ജിയോട് പറയുന്നു. അവൻ മെന്റൽ പ്രോബ്ലം കാരണമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവന് വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ് എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന ജഡ്ജി ഇതേപോലെ 8 കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്ക് ശിക്ഷയാണ് നൽകുക. എന്നാൽ ഇവന്റെ കാര്യത്തിൽ തൂക്ക് ശിക്ഷ നൽകാൻ കഴിയില്ല, കാരണം അവന് മെന്റൽ കെയർ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ വെച്ച് അവനെക്കുറിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുക എന്ന് പറഞ്ഞ് ഒരു വിധി പുറപ്പെടുവിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായി ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അവനെ പോലുള്ളവരെയൊക്കെ കൊല്ലണം എന്ന് തന്നെയാണ് ജനങ്ങളും ആ ബന്ധുക്കളും വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവന് ഇരട്ട ജീവപര്യന്തം നൽകിയത് പോരാ എന്ന് പറഞ്ഞ് ധാരാളം പേര് പ്രശ്നം ഉണ്ടാക്കുന്നു. ചിലർ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഇവന്റെ കഥ കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മൈക്കിളാണ് ഈ സ്ഥലത്ത് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ വാനിൽ കയറ്റി അവനെ അവിടെ നിന്ന് അയക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീഫൻ നടുവിൽ വന്നിരിക്കുന്നു. ശുഭ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവൻ വാനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ എല്ലാവരും ഇവന്റെ കണ്ണിന് മുന്നിൽ തെളിയാൻ തുടങ്ങുന്നു.
ഇവൻ അവരെ എല്ലാവരെയും കളിയാക്കുന്ന പോലെയൊക്കെ ഈ സ്ഥലത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കണ്ണിന് മുന്നിൽ കാണുന്ന അമ്മ കുട്ടനെ നീ തന്നെയല്ലേ കൊന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ തന്നെയാണ് കൊന്നത് എന്നിവർ പറയുന്നു. അതായത് നായക്കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവൻ തന്നെയായിരിക്കും സൈക്കോ. ഒരു നായ ഇവൻ എടുത്തുകൊണ്ട് വന്നില്ലേ, ആ നായ ഇവൻ തന്നെയായിരിക്കും സൈക്കോപരമായി കൊന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും നല്ലവരാണോ എന്ന് ചോദിച്ചാൽ നല്ലവരാണ്. അവർ സൈക്കോകളായി ഇവനെ അടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ചെറിയ പ്രായം മുതൽ കുറച്ച് സൈക്കോ ആയി പെരുമാറാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് മര്യാദയ്ക്കിരിക്കുക എന്ന് പറഞ്ഞ് അടിക്കുന്നത്. ഇവനെ നല്ലവനാക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത്, അല്ലാതെ തെറ്റായ കാരണത്തിന് വേണ്ടി ഇവനെ അടിച്ചിരുന്നില്ല. ഇതിനപ്പുറം അച്ഛനൊരു പെൺകുട്ടിയെ വീഡിയോ എടുത്തതെന്നൊരു പ്രശ്നം വന്നില്ലേ, യഥാർത്ഥത്തിൽ അച്ഛൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവനാണ് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവന് പ്രശ്നം വരരുത് എന്ന് കരുതിയിട്ടാണ് അച്ഛൻ ആ പഴി ഏറ്റെടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇവൻ ചെറിയ പ്രായം മുതൽ തന്നെ കുറച്ച് സൈക്കോ ആയി പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നായയെ കൊല്ലുന്നുണ്ടെങ്കിൽ ഏതളവിൽ സൈക്കോ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. സോ നായയെ കൊന്നതും സൈക്കോ ആയി പെരുമാറുന്നതും കൊണ്ടാണ് പാരന്റ്സ് കുറച്ചായി സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിരുന്നത്. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നതും ഇവൻ ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവൻ രണ്ടുപേരുടെയും കഥ കഴിക്കുന്നു. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയല്ല ചെയ്തതെന്ന് പാരന്റ്സ് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് ആ നല്ലത് ഇഷ്ടമല്ലല്ലോ എന്ന് ഇവനും പറയുന്നു. ഇപ്പോൾ മരിച്ചുപോയ ആ 8 പെൺകുട്ടികൾ ഇവന്റെ കണ്ണിന് മുന്നിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അവർ കുറച്ച് വഴക്ക് പറയുന്ന പോലെ സംസാരിക്കുന്നു. എന്താണ് ഈ ഓവറായി വഴക്ക് പറയുന്ന പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ ബന്ധുവാണ് എന്നെ ജയിലിൽ വെച്ച് തന്നെ തട്ടിക്കളയാൻ ശ്രമിച്ചത്. നല്ല സമയം ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഇവനും സംസാരിക്കുകയാണ്. ഇവന്റെ ഉള്ളിൽ ഒരു സൈക്കോ തരം ഇപ്പോഴും ഉണ്ട്, കണ്ടില്ലേ? അത് ഇടയ്ക്കിടെ പുറത്തു വരും. ആ സൈക്കോ തരം കാരണമാണ് ഈ പെൺകുട്ടികളെ എല്ലാവരെയും കൊന്നിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവസാനം കാമുകിയെ പോലെ ഇരിക്കുന്നത് കൊണ്ട് നാൻസിയെ വിട്ടു എന്നിവൻ പറഞ്ഞില്ലേ, അതെല്ലാം കള്ളമായിരുന്നു. ഇവനെ നേരത്തെ തന്നെ പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ കീഴടങ്ങി ഒരു ഡ്രാമ കളിക്കാം എന്ന് കരുതിയിട്ടാണ് ഇവൻ ഡ്രാമ കളിച്ചത്. ചെറിയ പ്രായത്തിൽ ഇവൻ ധാരാളം സൈക്കോ തരമൊക്കെ ചെയ്തിട്ടുള്ളത് സത്യമാണ്. അതൊക്കെ വിട്ടിട്ട് മേരിയുടെ കൂടെ സമാധാനമായ ഒരു ജീവിതം ജീവിക്കാമെന്ന് കരുതി. ഒരു ആവേശത്തിൽ ഇവൻ അച്ഛനെയും അമ്മയും കൊന്നത് യാദൃശികമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേരി ഇതൊക്കെ വളരെ തെറ്റാണ്, ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിട്ട് വാ, അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഇവൾ ഇങ്ങനെ പറയുന്നതെന്ന് ഇവനും ഷോക്കായിട്ടുണ്ടായിരുന്നു. ഇവൾ എന്തായാലും പോലീസിനോട് പറയാമെന്ന് മനസ്സിലാവുന്നു. ഇവരും നീ ജയിലിൽ പോയില്ലെങ്കിൽ പോലീസിനോട് ഞാൻ തന്നെ പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നടക്കില്ല, ഇവളുടെ കഥ കഴിക്കാമെന്ന് പറഞ്ഞ് കഥ കഴിച്ചിട്ടുണ്ടാവും. വീണ്ടും ഇവന്റെ ഉള്ളിലിരിക്കുന്ന സൈക്കോ പുറത്തു വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ആ 8 പെൺകുട്ടികളുടെയും കഥ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങിയ ശേഷം ഒരു ഡ്രാമ കളിച്ച് ശിക്ഷ കുറയ്ക്കണമെന്ന് കരുതിയിട്ടാണ് ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നാൻസിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സൊക്കെ മാറിപ്പോയി. അച്ഛനെയും അമ്മയും കൊന്നതോർത്ത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയുമാണ് എന്നെ ടോർച്ചർ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത് എന്ന് പറഞ്ഞ് ഡ്രാമ കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മൈക്കിളിനെയും പ്രിയയെയും പറ്റിക്കാൻ വേണ്ടി ചെയ്ത ഡ്രാമയാണ്. എന്നാൽ ഇതൊന്നും സത്യമല്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ജഡ്ജി തൂക്ക് ശിക്ഷ തരുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. നല്ല സമയം ഇരട്ട ജീവപര്യന്തം മാത്രമേ തന്നുള്ളൂ എന്നവൻ പറയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ആയാലും ശരി, ആ ഭാര്യ ആയാലും ശരി, അവനോട് ചോദിക്കുന്നത് എന്തെന്നാൽ 28 വർഷം പോയില്ലേ, അതിനുശേഷം പുറത്തു വന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ്. അതിന് ഇവൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 28 വർഷം ഞാൻ ജയിലിൽ തന്നെ ഇരിക്കാൻ പോവാണോ? നല്ല നടപ്പ് കാരണം പരമാവധി 10 വർഷം മാത്രം, അതിനുള്ളിൽ എന്നെ റിലീസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് വയസ്സ് 25 ആവുന്നു. 10 വർഷത്തിൽ 35 വയസ്സാവാൻ പോകുന്നു. 35 വയസ്സ് മുതൽ സമാധാനമായ ഒരു ജീവിതം ഞാൻ ജീവിക്കാൻ പോകുന്നു എന്ന് ഇവൻ പറയാണ്. തുടക്കം മുതൽ ഇവൻ ചെയ്തതെല്ലാം എന്തിനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. തൂക്കുശിക്ഷ കിട്ടരുത്, അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവപര്യന്തം വാങ്ങണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡ്രാമ ചെയ്തത്. ഇപ്പോൾ ഒന്നും അറിയാത്ത പാവത്താനെ പോലെ ഇവൻ ആ വാനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ മറ്റൊരു ചോദ്യവും ഉണ്ട്. അതെന്താണെന്ന് നോക്കിയാൽ, ഇവൻ കൊന്ന് ബോഡി ഒരിടത്ത് ഇട്ടു എന്ന് പറഞ്ഞത് കണ്ടില്ലേ, അവിടെ നിന്ന് ബോഡിയൊക്കെ കാണാതായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് പ്രിയും മൈക്കിളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് വേറൊരു കഥാപാത്രത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറച്ചിയൊക്കെ വെട്ടുന്ന ഒരു കടയിലാണ് ജോലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവാണ്. അതായത് കോഴി ഫാം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് വരികയാണ്. കോഴി ഫാം പ്രദേശത്ത് ഒരു നിഗൂഢനായ വ്യക്തി ഒരു ബോഡി കൊണ്ടുവരുന്ന പോലെ കാണിച്ചില്ലേ, ആ നിഗൂഢനായ വ്യക്തി ഇവൻ തന്നെയാണെന്ന് മനസ്സിലാവുന്നു. ഇവൻ ആര്, എന്താണ് എന്നൊന്നും വലുതായി നമുക്ക് റിവീൽ ചെയ്യുന്നില്ല. ഇവന്റെ മുഖം പോലും വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നില്ല. മരിച്ചുപോയ ഓരോ പെൺകുട്ടികളുടെയും ബോഡി ഇവനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവനും ആ സ്റ്റീഫനും തമ്മിൽ വലുതായ ബന്ധമൊന്നുമില്ല. ഇവൻ എന്തിനാണ് ആ ബോഡിയൊക്കെ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യമില്ലേ? ഈ ചോദ്യത്തോടെ ഈ സിനിമയോട് അവസാനിപ്പിക്കുന്നു. അടുത്ത പാർട്ടിനുള്ള ലീഡ് കൊടുത്തതുപോലെയാണ് ഈ സിനിമയുടെ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരണേ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.